നമ്മളിന്ന് എവിടെ പോയിരുന്നാലും ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടിയില്ല, വലിയ വെപ്രാളമായിരിക്കും. എന്നാൽ ഇൻ്റർനെറ്റ് കണക്ഷൻ മാത്രം പോരാ, ഇൻ്റർനെറ്റിലേക്കുള്ള കണക്ഷൻ ശരിയാക്കണം. അകവും പുറവും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുന്നതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. സയൻസും സാങ്കേതികവിദ്യയും മനുഷ്യനെ നേരിടുന്ന ഒതുങ്ങാത്തവത്തിൽ കുതിച്ച് വളരുകയാണ്. ഈ പോക്ക് എണ്ണോട്ടാണെന്ന് ഒരു നിശ്ചയവുമില്ല. നമ്മൾ ചുറ്റിലും നോക്കുമ്പോൾ കാണുന്നത് ഓരോ പുതിയ തരം വസ്തുക്കൾ നിർമ്മിക്കുന്നവരും അത് ഉൽപ്പാദിക്കുന്നവരും അത് വിപണിയിൽ എത്തിക്കുന്നവരും ഉപഭോക്താക്കളും എല്ലാം ഒരുതരം വിഭ്രാന്തിയിലാകപ്പെട്ടിരിക്കുന്ന പോലാണ് തോന്നുന്നത്. ഒരു കൊച്ചുകുട്ടിയെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റിൽ ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടുവിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇന്നത്തെ ലോകത്തിൻ്റെ സ്ഥിതി ഏതാണ്ട് ഇതുപോലെ ആയിരിക്കുന്നു മനുഷ്യൻ്റെ അവസ്ഥയും. തിന്നാനും കുടിക്കാനും കാണാനും കേൾക്കാനും സകലതും വീട്ടിലിരുന്ന് ബുക്ക് ചെയ്താൽ മിനിറ്റിൻ്റെ ഉള്ളിൽ തിരിച്ച് വീട്ടിലെത്തും. പുതിയതും പഴയതും ഉപയോഗിച്ചുമായ സാധനം വാങ്ങാൻ ഇങ്ങനെ കടയിൽ പോകേണ്ട, എങ്ങനെ തിരിഞ്ഞ് നടക്കേണ്ട, എന്തിനും ഏതിനും വെബ്സൈറ്റാണ്. ഇൻ്റർനെറ്റ് വിപ്ലവം സൃഷ്ടിക്കുകയാണ്. വളരെ നല്ല കാര്യമാണ്. വിരലും നമർത്തിയാൽ എന്തും വാങ്ങാം. ഒന്നൊഴിച്ച് സ്നേഹം. നമ്മൾ എയർ കണ്ടീഷൻ മുറി കെട്ടിയിട്ട് അതിനകത്ത് ഉറക്കം വരുന്നില്ല ഉറക്ക ഗുളിക കഴിക്കുന്നവരുണ്ട്, അതിൽ കിടന്ന് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. മുറിയാണ് ആനന്ദം കൊടുത്തെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടാകില്ല. മനസ്സിനെ കൂടെ ആശ്രയിച്ചിരിക്കുന്നു. മനസ്സിനെ എയർ കണ്ടീഷൻ ആക്കുന്ന തത്വമാണ് ആധ്യാത്മിക. നമ്മളിന്ന് എവിടെ പോയിരുന്നാലും ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടിയില്ല, വലിയ വെപ്രാളമായിരിക്കും. എന്നാൽ ഇൻ്റർനെറ്റ് കണക്ഷൻ മാത്രം പോരാ, ഇൻ്റർനെറ്റിലേക്കുള്ള കണക്ഷൻ ശരിയാക്കണം. അകവും പുറവും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുന്നതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. മനുഷ്യ സമൂഹത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ജീവിതത്തിൻ്റെ വേഗതയിലും തിരക്കിലും പെട്ട് അവൻ മൂല്യങ്ങളെ പാടെ വിസ്മരിക്കുന്നു, അല്ലെങ്കിൽ വളരെ ലഘൂകരിച്ച് കാണുന്നു. അങ്ങനെ വ്യക്തിതലം മുതൽ അങ്ങേയറ്റം വരെ ഉള്ളവർ ഒറ്റയും കൂട്ടമായി ചെയ്തു കൂട്ടുന്ന അധർമ്മക്കും അക്രമക്കും എല്ലാം നമ്മൾ ഓരോ ന്യായീകരണങ്ങൾ കണ്ടെത്തും. അത് സമൂഹ മനസ്സിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. പ്രാചീന കാലം മുതൽക്ക് ലോകത്തിൽ യുദ്ധവും സംഘർഷവും വർണ്ണവർഗ വ്യത്യാസങ്ങളും സമുദായവും കുടുംബപരമായ കലഹങ്ങളും നിലനിന്നിരുന്നു. എന്നാൽ നമ്മൾ പൂർവ്വർക്കുണ്ടായ കാഴ്ചപ്പാട് വ്യത്യാസമായിരുന്നു. ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് വ്യത്യാസമായിരുന്നു. അവർ മനുഷ്യൻ, പ്രകൃതി ഇത് രണ്ടിനെയും കൂട്ടിയിണക്കി താളാത്മായി കൊണ്ടുപോകുന്ന അദൃശ്യശക്തി ഇത് മൂന്നിനെയും അംഗീകരിച്ചുകൊണ്ടായിരുന്നു അവരുടെ ജീവിതം. വ്യക്തിയുടെയും പ്രപഞ്ചത്തിനെയും ബാഹ്യമായ നിലനിൽപ്പ് മാത്രം കണക്കിലെടുത്തുകൊണ്ടുള്ള ജീവിത വീക്ഷണമല്ലായിരുന്നു അവരുടെ. വ്യക്തിക്കും പ്രപഞ്ചത്തിനും ആധാരമായി നിൽക്കുന്ന ആദർശ ശക്തിയെ കൂടെ അംഗീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു അവരുടെ ജീവിതം. ആ ശക്തി അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന അംശമായി അവർ കണ്ടിരുന്നു. പല രൂപത്തിലും പല വർണ്ണത്തിലും കാണുന്നതെങ്കിലും മനുഷ്യ സമൂഹത്തിൻ്റെയും പ്രകൃതിയെയും സകല ജീവജാലങ്ങളെയും ഒറ്റച്ചരടിക്ക് ഒട്ടിണക്കിയ മുത്തുമണികളാണെന്ന് അവർ വിശ്വസിച്ചു. അതുകൊണ്ടാണ് പങ്കിടലിനും പങ്കിയലിനും പരിഗണിക്കലും കരുതലിനും ജീവിതത്തിൽ ഇത്ര പ്രാധാന്യം നൽകിയത്. ഇന്ന് ആ സംസ്കാരത്തെ നമ്മൾ അപ്രയോഗം പ്രാകൃതം എന്ന മുദ്രകുത്തി പിന്തള്ളുകയാണ്. മനുഷ്യജീവിതത്തിൻ്റെ ഏത് മേഖല എടുത്തു നോക്കിയാലും ധാരാളത്തിന് നടുവിൽ തീതിന് ജീവിക്കുന്നവരായിട്ടാണ് കൂടുതലും കാണുന്നത്. അതിമോഹം മനുഷ്യനെ അന്ധനാക്കിയിരിക്കുന്നു. ഇത് കാരണം മനുഷ്യത്വഹീനമായ പ്രവൃത്തികൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. മനക്ലേശവും മാനസിക പിരിമുറുക്കവും മനുഷ്യനിൽ ഇതുവരെ ഇല്ലാത്ത പുതിയതൊരു രോഗങ്ങൾക്ക് അടിമയാക്കുന്നു. ഏത് വഴിക്ക് സഞ്ചരിക്കണമെന്നറിയാതെ നാൽക്കവലയിൽ പതിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ ആയിരിക്കുന്നു മനുഷ്യരാശി. ഇതുവരെയും സയൻസിനെയും സാങ്കേതികവിദ്യയും നമ്മൾ ആശ്രയിച്ചാണ് ജീവിച്ചത്. എന്നാൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ആധ്യാത്മചിന്തയോടെ ഒപ്പം ചേർത്ത് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസമുണ്ട്. ഒന്ന് ജീവിക്കാനുള്ള വിദ്യാഭ്യാസം, രണ്ട് ജീവിതത്തിനുള്ള വിദ്യാഭ്യാസം. ജീവിക്കാനുള്ള വിദ്യാഭ്യാസം വയറ്റുപിഴപ്പിന് വേണ്ടി നമുക്ക് പഠിക്കണം എന്നുള്ളതാണ്. ജീവിതത്തിനുള്ള വിദ്യാഭ്യാസം ജീവിതത്തിനും ലോകത്തിനെ പറ്റിയും മനസ്സിനെയും വികാരപ്പറ്റിയും പഠിക്കുന്നതാണ്. വിദ്യാഭ്യാസ ലക്ഷ്യം യന്ത്രങ്ങളുടെ ഭാഷ മാത്രം മനസ്സിലാക്കുന്ന ഒരു ജനങ്ങളെ സൃഷ്ടിക്കുകയല്ല. വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് പൂർണ്ണ നേണ്ട സംസ്കാരം കൂടിയാണ്. പരിഷ്കാരികളാ വിദ്യാഭ്യാസം വേണമെന്നില്ല. പഴയ കാലത്ത് പലതും ധരിച്ചവർ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആധ്യാത്മം മനസ്സിലാക്കുമ്പോൾ ഒരു സമുദ്രത്തിൽ നീന്തി പഠിച്ചും തീരെ ആസ്വദിക്കുന്ന അല്ലാത്തവൻ തളർന്ന് വീഴും. അപ്പോൾ ഈ വരുന്നതിനെ സ്വീകരിക്കുന്ന സന്തോഷിച്ചിരിക്കും ഒരു കാഴ്ച നമുക്കുണ്ടാകും. മനോഭാവം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ആധ്യാത്മം. ആധ്യാത്മം ഒരു സയൻസാണ്. അവഗണിക്കാൻ വയ്യാത്ത അറിവിൻ്റെ ഒരു ശാഖയാണ്. ശാസ്ത്രവും ബാഹ്യമായ അന്വേഷണത്തോടെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന
പ്രപഞ്ച രഹസ്യം കഠിനമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയവരുടെ വാക്കും അനുഭവങ്ങളും ഗ്രന്ഥങ്ങളിലുണ്ട്. ഗണിതശാസ്ത്രം, ഊർജ്ജതന്ത്രം, യുക്തിയന്ത്രം കൊണ്ട് മാത്രം മാറ്റിവെച്ച് നോക്കിയാൽ ഇതിൻ്റെ തനിമയെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല. അതൊരു കുഞ്ഞിൻ്റെ മനസ്സിലും കണ്ണിലും വിരിയുന്ന വിസ്മയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കണ്ണിലൂടെ മാത്രമേ അതിനെ സമീപിക്കാനൊക്കൂ. പ്രഗത്ഭരും പ്രശസ്തരുമായ ശാസ്ത്രജ്ഞന്മാർ ഈ പ്രപഞ്ചത്തെ നിഗൂഢത നിറഞ്ഞ ആശ്ചര്യമായിട്ട് കണ്ടിരുന്നത്. അവരുടെ അന്വേഷണത്തിൽ ഒരു കുഞ്ഞിൻ്റെ ജിജ്ഞാസയും വിശ്വാസവും ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ പല ഭൗതിക ശാസ്ത്രജ്ഞന്മാരും അവരുടെ അവസാന ഘട്ടത്തിൽ അത്തരം വിശ്വാസികൾ ആയിരുന്നു. അപ്പോഴത്തേക്കും വൈകിപ്പോയി. ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ശാസ്ത്രലോകത്തോട് പ്രാർത്ഥിക്കാം. പഞ്ചസാരയും മണ്ണും ചേർന്ന് കിടന്നാൽ യുക്തിചിന്തയ്ക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കില്ല. അത് ഉറുമ്പുവെന്ന് നുകരുന്നുണ്ട്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഒരു ഭാഷയാണ് കാരുണ്യത്തിൻ്റെ ഭാഷയെന്ന് എനിക്ക് തോന്നുന്നത്.